വർഷം 2019 മെയ് 7 UEFA ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിൽ ബാഴ്സലോണ ലിവർപൂൾ മത്സരം നടക്കുന്നു. ലിവർപൂൾ തട്ടകമായ ആൻഫീൽഡിലാണ് മത്സരം നടക്കുന്നത്. മത്സരത്തിൽ 78ാം മിനിറ്റിലാണ് ആ സംഭവം നടക്കുന്നത്. ബാഴ്സലോണ ആരാധകരുടെ നെഞ്ചിലേക്ക് ഒരാണി തറയ്ക്കും പോലെയായിരുന്നു ആ ക്വിക്ക് കോർണർ. ഡിവോക്കോ ഒറിഗിയുടെ ഗോളിലൂടെ ലിവർപൂൾ ആ വർഷത്തെ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലേക്ക് കടന്നു. ആ ക്വിക്ക് കോർണർ ഇന്നും ഒരു ലിവർപൂൾ ആരാധകർ മറക്കാൻ പറ്റാത്ത ഒരു നിമിഷമായി മാറുന്നു. ആ കോർണറിന് വഴിയൊരുക്കിയത് ലോകം കണ്ട എക്കാലത്തെയും മികച്ച RB പ്ലെയർ ട്രെന്റ് അലക്സാണ്ടർ അർണോൾഡ് ആണ്. 8 വർഷത്തോളം ലിവർപൂളിന്റെ പ്രധാന പടയാളികളിൽ ഒരാളായിരുന്നു ട്രെന്റ്. അടുത്ത സീസണിൽ സാന്റിയാഗോ ബെർണാബ്യൂവിലായിരിക്കും ട്രെന്റ് പന്ത് തട്ടാൻ പോകുന്നതെന്ന് ഇതിനോടകം വാർത്താ മാധ്യമങ്ങളും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്. മേഴ്സി നദിക്കരയിലെ പട്ടണമായ ലിവർപൂൾ എന്ന കൊച്ചു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ആളാണ് ട്രെന്റ് അലക്സാണ്ടർ അർണോൾഡ്. 6ാം വയസ്സിൽ തന്നെ ലിവർപൂൾ അക്കാദമിയിൽ എത്തിയവൻ. അക്കാദമിയിൽ തന്നെ പെട്ടെന്ന് ശ്രദ്ധ നേടിയതും ലിവർപൂൾ സീനിയർ ടീമിലേക്ക് ചേക്കേറിയതും ഒരു സ്വപ്നം പോലെ തന്നെ മായാതെ കിടക്കുന്നു. അക്കാദമിയിൽ പെട്ടെന്ന് ശ്രദ്ധ നേടിയ ട്രെന്റ് വൈകാതെ ലിവർപൂളിന്റെ അണ്ടർ 16, അണ്ടർ 18 ടീമുകളുടെ ക്യാപ്റ്റനുമായി മാറി. ലിവർപൂൾ ഇതിഹാസമായ സ്റ്റീഫൻ ജെറാർഡിന്റെ ആത്മകഥയിൽ ട്രെന്റിനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. ട്രെന്റിന്റെ കഴിവിനെയും സ്വഭാവത്തെയും പ്രതിബദ്ധതയും പ്രശംസിച്ചു അദ്ദേഹത്തെ ലോകോത്തര കളിക്കാരൻ എന്ന് പോലും വിളിച്ചു. ജെറാർഡിന്റെ വാക്കുകൾ എന്നും ഒരു ലിവർപൂൾ ആരാധകനും മറക്കാൻ പറ്റാത്ത വാക്കുകളാണ്. ട്രെന്റ് ഇന്നല്ലെങ്കിൽ നാളെ ആൻഫീൽഡ് വിടുമെന്നും ഏറെക്കുറെ ഉറപ്പായ കാര്യമാണ്. കാരണം ട്രെന്റ് തന്നെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. സ്കൈ സ്പോർട്സ് ആയിട്ടുള്ള അഭിമുഖത്തിൽ താൻ ലിവർപൂളിന്റെ കിരീടാഘോഷങ്ങളെക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് ബാലൻഡിയോറിനാണെന്ന് പറഞ്ഞതും ആരാധകരെ ചൂടിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ലിവർപൂൾ ആരാധകർ കുറച്ചുനാൾ അവനെ സംശയത്തിന്റെ മുൾമുനയിൽ കണ്ടിരുന്നത്. ജനുവരിയിൽ യുണൈറ്റഡിനെതിരായ മത്സരത്തിൽ ആൻഫീൽഡിൽ അവനെ വരവേറ്റത് കൂവി വിളിച്ചുകൊണ്ടായിരുന്നു. ഡിസംബറിൽ വെസ്റ്റ് ഹാമിനെതിരെ നേടിയ ഉഗ്രൻ ഗോളിന് പിന്നാലെയുള്ള സെലിബ്രേഷൻ ട്രെന്റ് സൂചിപ്പിച്ചത് ഇങ്ങനെ: നിങ്ങൾ കേട്ടതെല്ലാം സത്യം, കേൾക്കുന്ന ഗോസിപ്പുകളെല്ലാം സത്യമാണ് എന്ന് ആരാധകർ തിരിച്ചറിഞ്ഞു. ലിവർപൂളിൽ ജനിച്ച് ആൻഫീൽഡിൽ കളിച്ചും കഴിച്ചും പഠിച്ചും ഉറങ്ങുകയും ചെയ്ത അർണോൾഡ് ക്ലബ്ബ് വിടുന്നത് ആരാധകർക്ക് ഇപ്പോഴും ദഹിച്ചിട്ടില്ല. ആരാധകർ മാത്രമല്ല, മുൻ ലിവർപൂൾ ഇതിഹാസങ്ങൾ വരെ അർണോൾഡ് ലിവർപൂൾ വിടുന്നത് ഒരു ദുസ്വപ്നം പോലെ കാണുന്നു. ഒരു കാലത്ത് ലിവർപൂൾ ആരാധകരുടെ മനസ്സിലെ ഇതിഹാസമായി മാറിയ, പിന്നീട് അവരുടെ മനസ്സിൽ വെറുപ്പ് നേടിയ താരമായ ഓവൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ലിവർപൂളിനോടൊപ്പം എല്ലാം നേടിയ ട്രെന്റ് ഇതിനോടകം ലിവർപൂളിന്റെ ഇതിഹാസമായി മാറി. എന്നിട്ടും അദ്ദേഹം ലിവർപൂൾ വിടുന്നത് താല്പര്യമുള്ളത് കൊണ്ട് മാത്രമാണ്. ഞാനും ലിവർപൂൾ വിട്ട താരമാണ്, പക്ഷെ അന്നത്തെ ടീം ഇന്നത്തെ ടീമിനേക്കാൾ മികച്ചതല്ലെന്നും ഓവൻ പറഞ്ഞു. സലാഹ്, വാൻ ഡെക്ക്, അർണോൾഡ് എന്നിവരുടെ കരാർ പുതുക്കാത്ത ഒരു മാനേജ്മെന്റാണ് ലിവർപൂൾ ടീം. ഇതിനൊരു പുതുമയില്ലെന്ന് ലിവർപൂൾ ഇതിഹാസങ്ങൾ പറയുന്നുണ്ട്. ഇന്ന് ലിവർപൂളിൽ പ്രതിഷേധങ്ങൾ ആളിക്കത്തുമ്പോൾ അങ്ങ് മൈലുകൾ ദൂരെ സാന്റിയാഗോ ബെർണാബ്യൂയിൽ ട്രെന്റിനെ വരവേൽക്കാൻ ഇപ്പോഴേ ആഘോഷങ്ങൾ തുടങ്ങി. ലിവർപൂളുമായുള്ള ട്രെന്റിന്റെ കരാർ ജൂൺ 30-നാണ് അവസാനിക്കുന്നതെങ്കിലും അതിനു മുമ്പ് ടീമിലെത്തിച്ച് ക്ലബ് ലോകകപ്പിന് വേണ്ടി ബൂട്ട് കെട്ടിക്കാനാണ് റയൽ മഡ്രിഡ് ആവിഷ്കരിക്കുന്നത്. കുറച്ച് നാളുകളായി റയൽ മഡ്രിഡിന്റെ കണ്ണിലൂടെ മിന്നുമായുന്ന ഒരു താരമാണ് ട്രെന്റ്. റയൽ ഒരു താരത്തെ നോട്ടമിട്ടാൽ അധികം വൈകാതെ തൊട്ടടുത്ത സീസണിൽ ബെർണാബ്യൂവിൽ കളിച്ചിരിക്കുമെന്നാണല്ലോ നിയമം. ഡിസംബറിൽ ട്രെന്റിനായി നോക്കിയെങ്കിലും അന്ന് ലിവർപൂൾ വിട്ടില്ല. പക്ഷേ പ്രതീക്ഷിച്ച പോലെ ട്രെന്റ് ജൂണിൽ ബെർണാബ്യൂവിൽ എത്തും. റൈറ്റ് ബാക്കിൽ എല്ലാ പണിയും ഒറ്റയ്ക്ക് ചെയ്തിരുന്ന കർവഹാലിന് പ്രായം 34 കഴിഞ്ഞു. കൂടാതെ പരുക്കുമുണ്ട്. ഈ നിമിഷത്തിലാണ് റയൽ മാഡ്രിഡ് നോട്ടമിട്ട ട്രെന്റ് എത്രയും വേഗം തന്നെ റയലിൽ എത്തിക്കാൻ അവർ തിടുക്കം കൂട്ടുന്നത്. എന്തുകൊണ്ടും ട്രെന്റ് റയലിൽ തന്റെ ലോങ് പാസുകൾ കൊണ്ട് മാന്ത്രിക കൊട്ടാരം പണിയും. 2023-24 സീസണിൽ ലോങ് പാസുകളുടെ കണക്കെടുത്താൽ ടോണി ക്രൂസിനേക്കാൾ ബഹുദൂരം മുന്നിലാണ് ട്രെന്റിന്റെ റെക്കോർഡ്. എന്തുകൊണ്ടാണ് 26-കാരൻ ഇത്രയും സ്പെഷ്യൽ ആവുന്നത്? അതിനൊക്കെ ഒരു കാരണമുണ്ട്. 2016 മുതൽ ചെങ്കോട്ടയ്ക്ക് വേണ്ടി ചുവന്ന കുപ്പായം അണിഞ്ഞ ട്രെന്റ് 516-ന് മുകളിലാണ് ചാൻസ് ക്രിയേറ്റ് ചെയ്തത്. ഈ കാലയളവിൽ ഇത്രയും ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തത് ഒരേ ഒരാൾ മാത്രം, മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഇതിഹാസമായ കെവിൻ ഡി ബ്രൂയനാണത്. അതോടൊപ്പം തന്നെ ഒരു ഡിഫൻഡർ എന്ന നിലയിൽ തനിക്ക് 64 അസിസ്റ്റുകളുമുണ്ട്. പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും അസിസ്റ്റുകളുള്ള ഒരു ഡിഫൻഡറുമില്ല. ഫുട്ബോൾ എന്നത് ഒരു കോർപ്പറേറ്റീവ് കമ്പനി പോലെയാണല്ലോ. താരങ്ങളെ മേടിക്കാം, വിൽക്കാം. ഒരിക്കലും സ്റ്റീവൻ ജെറാർഡിനെ പോലെ മികച്ചതാവാൻ സാധിക്കില്ലല്ലോ.